അത്യുന്നതനായ നമ്മുടെ ദൈവത്തിൻ്റെ നാമം ഈ പ്രത്യേക സമയത്തും വാഴ്ത്തപ്പെടട്ടെ. കർത്താവായ യേശു തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചതുപോലെ നമുക്കും ഈ പ്രത്യേക സമയം ദൈവത്തോട് ആഗ്രഹിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. ഞങ്ങളിലൂടെ, ഇന്നത്തെ ഞങ്ങളുടെ കൂടിവരവിലൂടെ, ഈ ബൈബിൾ ക്ലാസ്സിലൂടെ തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. സ്തോത്രം. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അങ്ങയുടെ ഇഷ്ടമെല്ലാം നിവർത്തിച്ച അങ്ങയുടെ പുത്രനെ പോലെ ഞങ്ങൾക്കും അങ്ങയുടെ ഹിതം നിവർത്തിപ്പാൻ കൃപ തരണമേ. ആ ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഈ പ്രത്യേക സമയത്തായിരിക്കാം. വിവിധ സമയ മേഖലകളിൽ നിന്ന് ഈ ബൈബിൾ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന എല്ലാ വിശുദ്ധന്മാർക്കായും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും ക്രിസ്തീയ വന്ദനങ്ങളെ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഒരു നാൾ കൂടെ തിരുപ്പാദങ്ങളിലേക്ക് അടുത്തു വരുവാൻ ദൈവം അവസരങ്ങളെ നൽകിയല്ലോ. കർത്താവിന് സ്തോത്രം. നാളെ നമ്മുടെ ക്ലാസ് തടസ്സമില്ലാതെ ഉണ്ടാകും എന്നാണ് ഞാൻ ഇന്നലെ രാത്രിയിലും പറഞ്ഞതെങ്കിലും നമ്മുടെ ക്ലാസ് കഴിഞ്ഞ ഉടൻ തന്നെ നാളത്തെ ഞാൻ പോകുന്ന സ്ഥലത്തെ അവർ വിളിച്ചിട്ട് നാളെ ഒരു ക്ലാസ് വെക്കുന്ന കാര്യം പറഞ്ഞു. നമ്മുടെ സമയത്താണ്. അതുകൊണ്ട് നാളെ നമ്മുടെ ക്ലാസ് ഉണ്ടാവില്ല. ദൈവം അനുവദിച്ചാൽ ഇനിയും തിങ്കളാഴ്ചയെ നമ്മുടെ ക്ലാസ് ഉണ്ടാവും. സദയം ക്ഷമിച്ചാലും. നാളെ പ്രശ്നം ഇല്ലായിരിക്കും. നേരത്തെ പറഞ്ഞിരുന്നില്ല, ഞായറാഴ്ചത്തേക്കായിരുന്നു ഞാൻ പുറത്ത് പോകുന്നത്. എന്നാൽ നാളെ വൈകിട്ടും കൂടെ, നാളെ നേരത്തെ ഞാൻ അവിടെ ചെല്ലും. അപ്പോൾ നാളെ വൈകിട്ടും കൂടെ അവിടെ ഒരു ക്ലാസ് അവർ ക്രമീകരിച്ചിരിക്കുന്നു എന്ന് രാത്രിയിൽ വിളിച്ചു പറഞ്ഞതുകൊണ്ട് സദയം സഹകരിച്ചാലും. സ്തോത്രം. നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. ഇന്നലെ നമ്മൾ അധിക സമയം ഒരു സംശയ നിവാരണത്തിന് വേണ്ടിയിട്ടെടുത്തു. ആ സംശയം നേരിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എബ്രായ ലേഖനം 1-ാം അധ്യായവുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ കൂടെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പരാമർശിച്ച ഒരു വിഷയമായതുകൊണ്ട് നമ്മൾ അത് കൈകാര്യം ചെയ്തതായിരുന്നു. എണ്ണ പൂശിയുള്ള പ്രാർത്ഥന. അടിസ്ഥാന ഉപദേശമായിട്ട് എബ്രായ ലേഖനം 6-ാമത്തെ അധ്യായത്തിൽ 6 കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അടിസ്ഥാന ഉപദേശമായിട്ട്, ഫണ്ടമെന്റൽ ഡോക്ട്രിൻസ് ആയിട്ട് 6 ഉപദേശങ്ങളെക്കുറിച്ച് എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അതിൽ ഒരെണ്ണമാണ് കൈവെപ്പ് എന്നുള്ളത്. നമുക്ക് അത്ര വലിയ പിടുത്തമില്ലാത്തതാണ് കൈവെപ്പ്. പല അർത്ഥങ്ങളിൽ കൈവെപ്പിനെ കുറിച്ച് നമ്മുടെ ഇടയിൽ പറയാറുണ്ട്. അതൊന്നും ഇവിടെ നമ്മളിപ്പോൾ പരാമർശിക്കുന്നില്ല. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ എബ്രായ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ആ കാര്യങ്ങളെ ചർച്ച ചെയ്യും. എന്നാൽ ഇന്നലെ നമ്മൾ പറഞ്ഞ എണ്ണപൂശലുമായി ബന്ധപ്പെട്ട് ഞാൻ അതൊന്ന് തൊട്ടുവിടുന്നതേ ഉള്ളൂ. അതിൻ്റെ പഠനം നമ്മളിവിടെ നടത്തുന്നില്ല. 6-ാം അധ്യായം വരെ നമുക്കതിനു വേണ്ടി അല്പം കാത്തിരിക്കാം, കർത്താവിൻ്റെ വരവിന് താമസമെങ്കിൽ. കൈവെപ്പ്. ആ കൈവെപ്പ് എന്താണെന്നത് പൊതുവെ നമുക്ക് വലിയ ഗ്രാഹ്യമില്ലാത്ത കാര്യമാണ്. പ്രത്യേകിച്ച് പട്ടത്വ സഭകൾ ഈ കൈവെപ്പിന് വളരെ പ്രാധാന്യം നൽകാറുണ്ട്.
അങ്ങനെ ആ കൈവെപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു തരം എണ്ണ ക്രൈസ്തവ സഭകളിൽ ഉപയോഗിക്കപ്പെടാറുണ്ട്. അതുപോലെ പഴയ നിയമത്തിൽ പലയിടത്തും നാം അങ്ങനെ ഒരു എണ്ണയെക്കുറിച്ച് കാണുന്നുണ്ട്. ഏതാണ്ട് 23 പ്രാവശ്യമോ മറ്റോ ബൈബിളിൽ മൊത്തം ഈ ഇങ്ങനെയുള്ളൊരു എണ്ണ, അതിനെ പ്രത്യേകിച്ച് അഭിഷേക തൈലം എന്നാണ് പറയുന്നത്. അത് പക്ഷേ പഴയ നിയമത്തിലാണ്. പുതിയ നിയമത്തിൽ അതിന് യാതൊരു പ്രസക്തിയുമില്ല അഭിഷേക തൈലത്തിന്. പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾക്ക് ദൈവം നിയമം കൊടുക്കുമ്പോൾ, ന്യായപ്രമാണം കൊടുക്കുമ്പോൾ ആ തൈലം ഉണ്ടാക്കേണ്ട തൈലക്കൂട്ടിനെ കുറിച്ച്, ഇൻഗ്രീഡിയൻസിനെ കുറിച്ച്, ഹൗ ടു പ്രിപ്പയർ ദാറ്റ്, ഇതെല്ലാം പറയുന്നുണ്ട്. സുഗന്ധ തൈലമാണത്. അത് ആരും വ്യക്തിപരമായ ഉപയോഗത്തിന് വേണ്ടി ഉണ്ടാക്കരുതെന്ന കൽപ്പനയുമുണ്ട്. അതെല്ലാം ദൈവീയ വിഷയങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച വസ്തുതകളായതുകൊണ്ട് സാധാരണ ഉപയോഗത്തിനായിട്ട് അതുണ്ടാക്കരുത് എന്ന ഒരു നിബന്ധന ദൈവം കൊടുത്തതാണ്. എന്നാൽ ആ തരത്തിലുള്ള തൈലമാണെന്ന് തോന്നുന്നു ഇന്ന് നമ്മുടെ പട്ടത്വ സഭകളിൽ, എപ്പിസ്കോപ്പൽ ചർച്ചസിലൊക്കെ ഉപയോഗിക്കുന്ന മോറോനും മറ്റും. അച്ഛന്മാര് ചിലപ്പോൾ അല്പമെടുത്ത് നെറ്റിയിൽ കുരിശൊക്കെ വരച്ച് പൂശുന്ന, പ്രത്യേകിച്ച് മാമോദിസയ്ക്ക് ശേഷം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതിന് പ്രതീകമായിട്ട് പൂശുന്ന ആ ചെറിയ എണ്ണ, ഒരു പക്ഷേ എൻ്റെ വ്യക്തമായിട്ട് എനിക്കറിയില്ല, അതൊരു പക്ഷേ പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്ത തൈലക്കൂട്ടിൻ്റെ ക്രമപ്രകാരം ഉണ്ടാക്കുന്നതാകാം. ഏതായാലും ഒരു തരം സുഗന്ധദ്രവ്യമാണ്, ഒരു തരം എണ്ണയാണ്. ഇപ്പം പുതിയ നിയമത്തിൽ പിന്നെ നാം എണ്ണയെക്കുറിച്ചൊക്കെ കാണുന്നത് 10 കന്യകമാരുടെ വിഷയത്തിലും യേശുവിൻ്റെ കാൽക്കൽ പൂശിയതും യേശുവിൻ്റെ മേൽ ഒഴിച്ചതുമൊക്കെയായ തൈലങ്ങളാണ്. എന്നാൽ അതൊന്നുമല്ല നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത ആ ഒരു തൈലം എന്ന് പറയുന്നത്. ചിലരതിനെ പ്രതീകാത്മകമായിട്ട് ഉപയോഗിക്കുന്നു, പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമായി. പക്ഷേ പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു ഉപദേശവും നമുക്കില്ല. ഇന്നലെ നമ്മൾ പറഞ്ഞതൊന്ന് ക്രോഡീകരിക്കുകയാണ്. സ്തോത്രം. ഇപ്പം ചില ചോദ്യങ്ങളും വന്നിരുന്നല്ലോ, അന്നേരം ഞാൻ ഉത്തരം പറഞ്ഞെങ്കിൽ കൂടെ, ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ എ റിക്വയർമെന്റ് ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റ് ടു അപ്ലൈ ഓയിൽ ആൻഡ് പ്രേ. ഇറ്റ്സ് നോട്ട് a doctrine, it's not a commandment, it's not a teaching, or sometimes even it's not a practice of the early church. എണ്ണ പൂശി പ്രാർത്ഥിക്കുക എന്നത് നമുക്ക് പുതിയ നിയമത്തിൽ കാണുവാൻ കഴിയുന്ന ഒരു കൽപ്പനയോ ഉപദേശമോ നിർദ്ദേശമോ ആദിമസഭയുടെ ഒരു ആചരണമോ പോലുമായിരുന്നില്ല. അപ്പോസ്തല പ്രവൃത്തികളിലൊന്നും നാം അങ്ങനെയുള്ള ഒരു പ്രാക്ടീസ്, ഒരു പരിചയം, ഒരാചരണം കാണുന്നില്ല. യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ചെയ്യാം എന്നതൊഴിച്ചാൽ ചെയ്യണം എന്നില്ല. അതും രോഗികൾക്ക് വേണ്ടിയാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ സഭയിൽ എല്ലാവർക്കും വേണ്ടി ആണ്ടിൽ 2 പ്രാവശ്യവും അല്ലെങ്കിൽ സൗകര്യമുള്ളപ്പോഴൊക്കെ അടുത്ത ആഴ്ച എണ്ണ പൂശി പ്രാർത്ഥന ഉണ്ടായിരിക്കുമെന്നും പറഞ്ഞ് ഒരു ശുശ്രൂഷയായിട്ടോ മറ്റോ വയ്ക്കുവാൻ ബൈബിളിൽ ഒരടിസ്ഥാനവുമില്ല. ചില പെന്തക്കോസ്ത് സഭകൾ, പ്രത്യേകിച്ച് ഞാനത് കണ്ടിട്ടുള്ളത് ഇന്നലെ പറഞ്ഞ പോലെ സായിപ്പന്മാരെയാണ്, പാസ്റ്റേഴ്സിൻ്റെ ഓർഡിനേഷൻ സമയത്ത് ഈ എണ്ണ കയ്യേലും നെറ്റിയേലും പുരട്ടി ഞാൻ കണ്ടിട്ടുണ്ട്. കയ്യേലും നെറ്റിയേലും. ഈവൻ ചില സായിപ്പന്മാരെ ഇന്ത്യയിൽ വന്ന് നടത്തിയിട്ടുള്ള ഓർഡിനേഷൻ സർവീസസിലും അങ്ങനെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇന്ത്യക്കാരും അങ്ങനെ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല.
അത് ഈ എണ്ണ പൂശട്ടെ എന്നുള്ളതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണെങ്കിലും അതിനൊന്നും വേദപുസ്തക അടിസ്ഥാനമില്ലെന്നുള്ളത് തന്നെയാണ് സത്യം. പിന്നെ ആത്മാവിനെ എണ്ണയോട് ഉപമിച്ച് നമ്മുടെ ഇടയിൽ പറയപ്പെടാറുണ്ട്. ഒരുപക്ഷെ അതിൻ്റെ പ്രതീകമായിട്ടാകാം, എന്നാലും അതും ഒരു ഉപദേശമായിട്ട് നമുക്ക് സ്വീകരിപ്പാൻ കഴിയില്ല. അപ്പം ബൈബിൾ പുതിയ നിയമം വിശേഷാൽ അങ്ങനെയൊന്നും ചെയ്യണമെന്ന് നമ്മോട് പറയുന്നില്ല. പകരം ചെയ്യാം എന്ന് യാക്കോബ് പറയുന്നത് മാത്രമേ ഉള്ളൂ. അതും രോഗികളുടെ മേലാണ്. എല്ലാ രോഗമില്ലാത്തവരുടെയോ രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മാധ്യമമായിട്ടാണ് അവിടെ കാണുന്നത്. അങ്ങനെ ചെയ്താൽ പോലും ഓർക്കണേ, ആ എണ്ണ പ്രാർത്ഥിച്ച് വെച്ചേക്കുന്ന ഒരെണ്ണയോ ആ എണ്ണയിൽ എന്തെങ്കിലും ദൈവികമായ അഭിഷേകമോ ശക്തിയോ ഉള്ള എണ്ണയോ അല്ല കേട്ടോ. സ്തോത്രം. അങ്ങനെ ആരും അതിനെ തെറ്റിദ്ധരിക്കരുത്. അവരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഒലിവെണ്ണയാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒലിവെണ്ണയൊന്നും കിട്ടും, പക്ഷെ സാധാരണക്കാരൻ്റെ കയ്യിൽ കാണില്ല, ഭയങ്കര വിലയുമാണ്. പിന്നെ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ മിക്കവരും കടുകെണ്ണയും കൊണ്ടാണ് വരുന്നത്, കടുകെണ്ണ ഉപയോഗിക്കുന്നത്. അപ്പം ഈ കടുകെണ്ണ പോലെ ഉള്ളതിന്, ഒലിവെണ്ണ പോലെ ഉള്ളതിനൊക്കെ ചില ഔഷധ വീര്യങ്ങൾ ഉണ്ടെന്നുള്ളത് ശരിയാ. പക്ഷേ ഇതിലൊന്നിലും പ്രത്യേക ദിവ്യത്വമില്ലാത്തതാണ്. ഈ എണ്ണയ്ക്കകത്ത് വിശേഷ ശക്തിയൊന്നുമില്ല. വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തി എന്ന് മാത്രമേ ഉള്ളൂ. അത് വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തി. ആ പ്രവൃത്തിയല്ല അതിലെ വിഷയം, ആ പ്രവൃത്തിക്ക് പിൻപിലുള്ള വിശ്വാസം തന്നെ. അതിന് ആ പ്രവൃത്തി വേണമെന്നൊട്ട് നിർബന്ധവും ഇല്ല. അതുകൊണ്ട് ഇന്നലെ നമ്മൾ പറഞ്ഞങ്ങ് നിർത്തുകയാണ് ഇവിടെ. ഇപ്പം പുതിയ നിയമത്തിൽ ഇങ്ങനെ ഒരു ഉപദേശമോ അങ്ങനെ ഒരു റിക്വയർമെൻറ്റ് വേണം എന്ന ഒരു കാര്യമോ ഇല്ല. ഇനി ആരെങ്കിലും രോഗികളുടെ മേൽ എണ്ണ പൂശി പ്രാർത്ഥിക്കുന്നെങ്കിൽ അതൊട്ട് പാപവും അല്ല. എന്നാൽ അത് ഒരു പ്രത്യേക ദിവസത്തെ ശുശ്രൂഷയായിട്ട് കണ്ട് വരുന്നവരെ എല്ലാവരെയും വരിയായിട്ട് വിളിച്ച് നിർത്തി ഓരോ തുള്ളി എണ്ണ തൊട്ട് വിടുന്നത് അർത്ഥശൂന്യമായ സംഗതിയാണ്. കർത്താവ് നമുക്ക് ആത്മാവിനാലാണ് അഭിഷേകവും മുദ്രയുമൊക്കെ നൽകിയിട്ടുള്ളത്. അത് ദൈവമാണ് നമുക്ക് തരുന്നത്. ചിലപ്പോൾ ചിലരുടെ കൈവെപ്പിനാൽ അത് ലഭിച്ചെന്ന് വന്നേക്കാം. എല്ലായ്പ്പോഴും ആ അഭിഷേകം പോലും ലഭിക്കുന്നത് കൈവെപ്പിനാൽ മാത്രം അല്ല. സ്തോത്രം. Okay, same as Matthew Henry explains. Thank you. I didn't check with Matthew Henry. I will try to. Okay, thank you for the endorsement. അപ്പം ഇതിന് പ്രത്യേക ദിവ്യത്വമൊന്നുമില്ല, യാതൊന്നുമില്ല. പിന്നെ ഒരു രോഗിയുടെ മേൽ അങ്ങനെ ഒന്ന് എണ്ണ പൂശി പ്രാർത്ഥിക്കണമെന്നൊരാൾക്ക് തോന്നുന്നെങ്കിൽ അതിൽ തെറ്റുമില്ല. അതല്ലാതെ ഒരു പ്രത്യേക ദിവസം ആണ്ടിൽ ഒരിക്കലോ 2 പ്രാവശ്യമോ എല്ലാവർക്കും ഇങ്ങനെ ഒരു ശുശ്രൂഷ ഉണ്ടായിരിക്കുമെന്ന് അനൗൺസ് ചെയ്ത് എല്ലാവരെയും വിളിച്ച് തൊട്ടുവിടുന്നത് അർത്ഥശൂന്യമാണ്, വേദപുസ്തകത്തിൽ ഇല്ലാത്ത ഒരു കാര്യവുമാണ്. അതുകൊണ്ടെന്തോ പ്രത്യേക സിദ്ധി ലഭിച്ചെന്നൊക്കെ ആൾക്കാർ കരുതി പോകുന്നതിനത് കാരണമാകും. പിന്നെ ചിലരെയൊക്കെ സ്വാധീനിക്കാൻ ഇവിടെ എന്തോ അസാധാരണമായ ശുശ്രൂഷകളൊക്കെ നടക്കുന്നെന്ന് വരുത്തി തീർക്കാനൊക്കെ ചിലപ്പോൾ അതൊരു കാരണമായേക്കാം എന്നല്ലാതെ അതിന് വേദപുസ്തക അടിസ്ഥാനം ഒന്നും ഇല്ല. പിന്നെ അഭിഷേകം ചെയ്യുന്നത് ദൈവമാണ്, മനുഷ്യനല്ല. ചിലപ്പോൾ ചിലരുടെ, ഇപ്പം പൗലോസ് പറയുന്നുണ്ട് തീമോഥെയോസിനെ കുറിച്ച്, നിനക്ക് മൂപ്പന്മാരുടെ കൈവെപ്പിനാൽ ലഭിച്ച
അഭിഷേകം അല്ലെങ്കിൽ ശുശ്രൂഷ അല്ലെ കൃപാവരമെന്ന്. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്നതിന് പോലും ആരെങ്കിലും നമ്മുടെ മേൽ കൈവെക്കണമെന്ന് നിർബന്ധമില്ല. പെന്തക്കോസ്ത് നാളിൽ ആദ്യത്തെ അനുഭവത്തിൽ തന്നെ ആരും ആരുടെ മേലും കൈവച്ചില്ല. ആരും ആരുടെ മേലും കൈവച്ചില്ല. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാമത്തെ അധ്യായത്തിൽ വചനം കേട്ടവരുടെ മേൽ ആത്മാവ് വരികയായിരുന്നു. പത്രോസ് കൊർന്നല്യോസിന്റെ മേലും അവിടെ കൂടി വന്നവരുടെ മേലും ഒന്നും കൈവച്ചിട്ടില്ല. വചനം കേട്ടപ്പോൾ അവർ ആത്മാവിനാൽ നിറഞ്ഞു. അപ്പോൾ ഈ ആത്മാവിനാലുള്ള നിറവ് ഈ എണ്ണ കൊണ്ടുള്ള അഭിഷേകമൊന്നുമല്ല. അതിനാരും കൈവെക്കണമെന്ന് നിർബന്ധവുമില്ല. സ്തോത്രം. ഇന്ന് നമുക്ക് ഇമ്പാർട്ടേഷൻ എന്നൊക്കെ പറഞ്ഞുള്ള ഒത്തിരി പരിപാടികൾ നടക്കുന്നത് കൊണ്ട് ഈ കാര്യങ്ങൾ പ്രത്യേകം പ്രസക്തവുമാണ്. അങ്ങനെയുള്ള പലരും എണ്ണ ഉപയോഗിക്കുന്നതായിട്ടാണ് എൻ്റെ അറിവിൽ. എല്ലാവരും ഇല്ലെങ്കിൽ ചിലരെങ്കിലും അതിനു വേണ്ടിയൊക്കെ എണ്ണ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യം ഇല്ല. എന്നാൽ രോഗിക്ക് ഒരിക്കൽ എനിക്ക് ഓർമ്മയുണ്ട്, 2005 തോന്നുന്നു, ഞാൻ ഞങ്ങളുടെ ചർച്ചിൻ്റെ ഹെഡ്ക്വാർട്ടറിൽ ഓഫീസിൽ സെക്രട്ടറി ആയിട്ട് 2 വർഷം പ്രവർത്തിച്ചു. ആ സമയത്തെ ഒരു കാര്യമാണ്. ഞാൻ അവിടെ വന്നതിന് ശേഷം എന്തുകൊണ്ടോ എൻ്റെ കാലിൽ വല്ലാത്ത വ്രണം പോലെയായിട്ട് എനിക്ക് നടക്കാനും നോക്കാത്ത സ്ഥിതിയിലുണ്ട്. 2 കാലും പഴുത്ത് വീർത്ത് മുട്ടിന് താഴെ. ഞാൻ ഓഫീസിലിരിക്കുമ്പോഴും കാല് നീട്ടിവെച്ച്, മുമ്പിലൊരു സ്റ്റൂള് വെച്ച് ആ കാല് നീട്ടിവെച്ചാണ് ഇരിക്കുമായിരുന്നത്. 2 കാലും കെട്ടി 1 ഇഞ്ചെങ്കിലും കനമുള്ള എന്താണ് പറയുന്നത്, ബാൻഡേജൊക്കെ പഞ്ഞിയൊക്കെ വെച്ച് കെട്ടി. എന്നാലും അല്പസമയം കഴിയുമ്പോഴേക്കും അതെല്ലാം നനയുമായിരുന്നു. അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലൂടെ ഞാൻ പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഓഫീസിൽ ഒരാൾ, ഒരു പാസ്റ്ററെന്ന് അദ്ദേഹത്തെ ഇൻവേർട്ടഡ് കോമയിൽ ഇടാൻ പറ്റുള്ളൂ. പക്ഷെ അന്ന് അങ്ങനെ ആയിരുന്നില്ല. ഒരു വലിയ കുടുംബത്തിലെ പേരും പറഞ്ഞ്, ഞാനതുകൊണ്ട് ആ കുടുംബത്തെ ബാധിക്കാതിരിക്കാൻ ആ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഒരു വലിയ, കേരളത്തിലെ ഒരു വലിയ കുടുംബത്തിൽ, ആ കുടുംബത്തിൻ്റെ പേരിൽ ആണ് അദ്ദേഹം അറിയപ്പെടുന്നത്. പിന്നീട് അറിഞ്ഞു ആ കുടുംബത്തിലെ അംഗമല്ല അദ്ദേഹം, ആ കുടുംബത്തിലെ അകന്ന ഒരാളിനെ കല്യാണം കഴിച്ച ബന്ധം മാത്രമേ ഉള്ളൂ എന്ന്. ഏതായാലും അങ്ങനത്തെ ഒരാൾ ഞങ്ങളുടെ ഓഫീസിൽ വന്നു. അദ്ദേഹം ഒരു വലിയ പ്രവാചകനായിട്ടാണ് അവിടെ വന്നത്. ഞങ്ങളുടെ കൂടെ ചേരാൻ വേണ്ടിയിട്ടാണ് വന്നത്. അതിനുവേണ്ടി ഓഫീസിൽ വരികയൊക്കെ ചെയ്തു. ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തെ കാണുന്നത്. അങ്ങനെ സംസാരിച്ചു. കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എൻ്റെ കാലിൻ്റെ അവസ്ഥ കണ്ടതുമല്ല, അദ്ദേഹം അന്നേരം ഞങ്ങളുടെ പാസ്റ്റേഴ്സിൽ ഒരാളിൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു ഇത്. ഓഫീസിൽ നിന്ന് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ കാല് കാണുന്നത്. ആ വീട്ടിൽ നിന്ന് പറഞ്ഞു, അമ്മാമ്മ ഒരു അല്പം എണ്ണ എനിക്ക് തരാമോ? ആ അമ്മാമ്മ അവിടെ ഉണ്ടായിരുന്ന ഏതോ ഒരു എണ്ണ എടുത്തു കൊടുത്തു. അദ്ദേഹം അന്നേരം തന്നെ കയ്യിലോട്ട് ഒഴിച്ചു. പ്രാർത്ഥിച്ചിട്ട് താഴെ ഇരുന്ന് എൻ്റെ ആ വ്രണമുള്ള കാലിൽ, ആ വ്രണത്തിൽ മുഴുവനും കൂടെ അദ്ദേഹം പുരട്ടി പ്രാർത്ഥിച്ചു. ഞാൻ തന്നെ തൊടാൻ അറയ്ക്കുന്ന എൻ്റെ കാലിൽ അദ്ദേഹം ആ വ്രണത്തിൽ ഗ്ലൗസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അല്പം എണ്ണ എടുത്ത് വെച്ച്, എനിക്ക് സൗഖ്യമൊന്നും വന്നില്ല, പക്ഷെ അദ്ദേഹം പ്രാർത്ഥിച്ചു. പിന്നീട് അദ്ദേഹം വ്യാജനായിരുന്നു എന്ന് തെളിഞ്ഞു. പോട്ടെ, അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പേരൊന്നും പറയില്ലെന്ന് പറഞ്ഞ്. പോസിറ്റീവായിട്ടായിരുന്നെങ്കിൽ അത് ഞാൻ പേരൊക്കെ പറഞ്ഞനെയായിരുന്നു. ഇന്ന് അദ്ദേഹം ജീവനോടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. ആ കുടുംബത്തെ പക്ഷെ ബഹുമാനിക്കുന്നതിന് വേണ്ടി, ആ കുടുംബത്തിൽ മറ്റ് മാന്യമായി കർത്താവിനെ സേവിക്കുന്ന പ്രശസ്തരായ ദൈവദാസന്മാരും ഒക്കെ ഉള്ളൊരു കുടുംബം. അതുകൊണ്ട് ഞാൻ മറ്റ് വിശദാംശങ്ങളൊന്നും പറയാഞ്ഞത്.
ഞാൻ പറഞ്ഞത് സ്പോണ്ടേനിയസ് ആയി നിന്ന നിപ്പിൽ തന്നെ അദ്ദേഹം വ്യാജനായിരുന്നു, എനിക്ക് സൗഖ്യം വന്നില്ല എന്നുള്ളതൊക്കെ ഒരു ഭാഗത്തുണ്ടെങ്കിലും ആ ചെയ്തതുപോലെ ഇപ്പോൾ ഒരു രോഗിയെ കണ്ടു, അദ്ദേഹത്തിൻ്റെ മേൽ എണ്ണ പൂശി പ്രാർത്ഥിക്കണമെന്ന് തോന്നുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ രോഗമുള്ള ഭാഗത്ത് പൂശാൻ പറ്റുമെങ്കിൽ അങ്ങനെയാകാം. അല്ല, തലയിലോ ദേഹത്തെ എവിടെയെങ്കിലുമോ ഒരല്പം എണ്ണ തൊട്ട് പ്രാർത്ഥിക്കാമെന്നോ. ഇതിൻ്റെ ഒന്നും വിശദാംശങ്ങൾ നമുക്ക് പുതിയ നിയമത്തിൽ നൽകപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അതൊന്നും ഒരു റിക്വയർമെന്റ് അല്ല എന്ന് പറഞ്ഞ്, അല്ല പ്രത്യേകിച്ച് ഒരാൾക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ നിയോഗമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിൽ യാതൊരു തെറ്റോ പിശകോ പാപമോ അല്ല എന്നുള്ളതും പറഞ്ഞ് നമ്മൾ ആ ഭാഗം അവിടെ നിർത്തുകയാണ്. സ്തോത്രം. അതിനെക്കുറിച്ചൊരു ഐഡിയ നമുക്ക് ഒരുപക്ഷെ കിട്ടിക്കാണുമല്ലോ. ഈ കാര്യങ്ങളിലൊന്നും ആരും നമ്മളെ ചതിക്കാതിരിക്കുവാനും കുഴയ്ക്കാതിരിക്കുവാനുമായിട്ട് നമ്മൾ ശ്രമിക്കുക. വേദപുസ്തകത്തിൻ്റെ ശരിയായ ഉപദേശത്തിൽ നിലനിൽക്കുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. വിശുദ്ധിയെക്കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞ 3-4 കാര്യങ്ങളുണ്ട്. ഡോക്ട്രൈനൽ പ്യൂരിറ്റി, പ്രാക്ടിക്കൽ പ്യൂരിറ്റി, ഹോളിനെസ് ഇൻ ഫെലോഷിപ്പ് ആൻഡ് ഹോളിനെസ് ഇൻ മിനിസ്ട്രി. ചതുർമുഖിയായ വിശുദ്ധിയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഒന്ന്, ഉപദേശപരമായ വിശുദ്ധി, ഡോക്ട്രൈനൽ ഹോളിനെസ്. നമ്മുടെ ഉപദേശം തികച്ചും വേദപുസ്തക പ്രകാരം ഉള്ളതായിരിക്കണം, തിരുവഴുത്തുകളിൻ പ്രകാരമായിരിക്കണം. 2, പ്രാക്ടിക്കൽ ഹോളിനെസ്, നമ്മുടെ പ്രായോഗിക ജീവിതം വിശുദ്ധമായിരിക്കണം. ജീവിത വിശുദ്ധി. 1 ഉപദേശ വിശുദ്ധി, 2 ജീവിത വിശുദ്ധി. 3, ഹോളിനെസ് ഇൻ ഫെലോഷിപ്പ്, കൂട്ടായ്മ വിശുദ്ധി വേണം. ആ കൂട്ടായ്മ വിശുദ്ധിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ നാട് വിട്ടു വീട് വിട്ടു നാമധേയ കൂട്ടം വിട്ടു എന്നൊക്കെ പാടുന്നത്. നമ്മൾ പണ്ടായിരുന്ന അമ്പരചുംബികളായ പള്ളികളെയും ആയിരക്കണക്കിന് കുടുംബങ്ങളുള്ള പള്ളികളെയും ഒക്കെ വിട്ടിട്ട് ചാണകം മെഴുകിയ, ഓല കൊണ്ട് മേഞ്ഞ, ചിലപ്പോൾ സ്വന്തമല്ലാത്ത ഷെഡുകളിലേക്ക് നമ്മൾ ആരാധനയ്ക്ക് വേണ്ടി മാറിയത് ഈ കൂട്ടായ്മ വിശുദ്ധി വെച്ച. ഇന്ന് നമ്മുടെ ഇടയിൽ അങ്ങനെ മാറി വന്ന നമ്മുടെ ഇടയിൽ നമ്മൾ വിട്ടുവന്ന ഇടത്തേക്കാളും വലിയ അശുദ്ധികൾ ഉള്ളപ്പോൾ ചിലപ്പോൾ അവിടെ നിന്നും കൂടെ കൂട്ടായ്മ വിശുദ്ധിക്ക് വേണ്ടി മാറുന്നതിനെ കുറിച്ച് നാം ആലോചിക്കേണ്ടതായിട്ട് വന്നേക്കാം. അങ്ങനത്തെ ഒരു സ്ഥിതിയിലേക്ക് ഇന്ന് നമ്മുടെ ആൻറ്റി പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞതുപോലെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ കൂട്ടായ്മ വിശുദ്ധി, തുയഥൈര സഭയിലും അതായിരുന്നു പ്രശ്നം. 4-ാമത്തേതാണ് ഇൻ മിനിസ്ട്രി, ശുശ്രൂഷയിൽ വിശുദ്ധി വേണം. ഈ പറഞ്ഞതുപോലെയുള്ള ഒത്തിരി കാര്യങ്ങൾ ശുശ്രൂഷാപരമായിട്ട് വേദപുസ്തക അടിസ്ഥാനമില്ലാത്തത് പലരും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളത് നമ്മൾ ചെയ്യാതെയും ഇരിക്കുക, നമ്മുടെ മേൽ ആരും ചെയ്യാൻ അനുവദിക്കാതെയും ഇരിക്കുക. സ്തോത്രം. നമ്മളും അങ്ങനെ ചെയ്യാൻ വേണ്ടി പോകരുത്. We ourselves should not practice such ministries, or we ourselves should not execute such ministries, also should not participate in, or should not allow others to practice upon us. അങ്ങനെ ഉള്ളവർ നമ്മുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാനൊന്നും കൊണ്ടുപോയി നമ്മളെ തല കുനിച്ചു കൊടുക്കരുത്. അങ്ങനെയുള്ളവയിൽ നിന്നും നമ്മൾ മാറി നിൽക്കുക. അപ്പോൾ കുറഞ്ഞത് ഈ 4 ചതുർമുഖിയായ വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ വേണം. അതുകൊണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞുവെന്നേ ഉള്ളൂ. ഉപദേശ വിശുദ്ധിയിൽ നിലനിൽക്കുന്നവരും പലരും ഈ ശുശ്രൂഷാപരമായ വിശുദ്ധിയുടെ വിഷയത്തിൽ വീഴ്ച ഉള്ളവരാണ്.
തനിമ, പെന്തക്കോസ്ത് സഭകളുടെ തനിമയിൽ പല കാര്യങ്ങളിലും നിലനിൽക്കുന്ന പല സഭകളിലും ഇതുപോലെയുള്ള അരുതാത്ത പ്രാക്ടീസസ്, ശുശ്രൂഷപരമായിട്ടുള്ള പ്രായോഗികതകൾ ഉണ്ട്. നമ്മൾ അവയിൽ നിന്നും ഒഴിഞ്ഞിരിക്കേണ്ടതാണ്. സ്തോത്രം. അത്രയും പറഞ്ഞ് ആ ഭാഗം അവിടെ നിർത്തട്ടെ. സ്തോത്രം. എന്തെങ്കിലും പ്രത്യേകാൽ ഈ വിഷയങ്ങളിൽ ചോദിക്കാനോ പറയാനോ ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് എബ്രായ ലേഖനത്തിൻ്റെ 1:8 തിരികെ പോകാം. ഒന്നും ഇല്ല എന്ന് മൗനത്താൽ മനസ്സിലാക്കിക്കൊള്ളട്ടെ. സ്തോത്രം. എങ്കിൽ നമുക്ക് എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിലാണല്ലോ നമ്മളിപ്പോൾ നിൽക്കുന്നത്. 8ഉം 9ഉം അല്ലെങ്കിൽ 8 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 8-12. പുത്രനോടോ, ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്. നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കയാൽ, ദൈവമേ, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നും, കർത്താവെ, നീ പൂർവകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടു. ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. അവ നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും. ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും. വസ്ത്രം പോലെ അവ മാറിപ്പോകും. നീയോ അനന്യൻ, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല എന്നും പറയുന്നു. സ്തോത്രം. ഇന്നലെയും മിനിയാന്നും നമ്മൾ കണ്ടതുപോലെ ഈ ഭാഗങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ തെളിവുകളാണ്. All these are declarations and acclamations of the proofs of Jesus' deity. Jesus is God. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ അരക്കിട്ട് ഉറപ്പിക്കുന്ന പ്രസ്താവനകളാണ് നമ്മൾ ഈ വായിച്ച ഭാഗങ്ങളെല്ലാം. 1-ാമത്തെ വാക്യം മുതൽ തന്നെ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് 1 തൊട്ട് 3 വരെ നമ്മൾ നോക്കിയത് പ്രവാചകന്മാർക്ക് ഇല്ലാത്ത ദൈവത്വത്തിൻ്റെ ശ്രേഷ്ഠത യേശുവിനുള്ളത് കൊണ്ട് അവൻ പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠൻ. 4-ാം വാക്യം മുതൽ 13-ാം വാക്യം വരെ നാം കാണുന്നതല്ല, 14 വരെ എന്ന് വേണമെങ്കിലും പറയാം, നാം കാണുന്നത് ദൂതന്മാരെക്കാൾ യേശുക്രിസ്തു ദൈവത്വം കൊണ്ട് ശ്രേഷ്ഠനായിരിക്കുന്ന കാര്യമാണ്. യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ. ആ ശ്രേഷ്ഠതയ്ക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം വേറെയുമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം യേശുക്രിസ്തുവിൻ്റെ ദൈവത്വമാണ്. അവിടെ ഇപ്പം നമ്മൾ വായിച്ച ഭാഗങ്ങളിൽ നിന്ന് തന്നെ നമ്മൾ എന്താ കാണുന്നത്? യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന പദങ്ങൾ കണ്ടില്ലേ? 1-ാം വാക്യം മുതലേ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ, സ്തോത്രം, 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ തെളിവുകളാണ് നമ്മൾ ഇവിടെ പറയുന്നത്. യേശുവിനെ പുത്രൻ, ദൈവപുത്രൻ എന്ന് വിളിക്കുന്നു. അതേ കാര്യം 5-ാമത്തെ വാക്യത്തിലും നാം കാണുന്നുണ്ട്. നീ എൻ്റെ പുത്രൻ.
ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനും ആയിരിക്കും. സ്തോത്രം. ഇതെല്ലാം യേശുക്രിസ്തുവിന്റെ ദൈവപുത്രത്വം ആണ്. രണ്ടാമത്, യേശുക്രിസ്തുവിന്റെ ദൈവം എന്ന നിലയിൽ സംബോധന ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. അല്ലാതെ ദൈവത്വത്തിന്റെ തെളിവുകളായിട്ട് വേറെ പലതുണ്ട്. സൃഷ്ടി, ഇതെല്ലാം ഉണ്ടെങ്കിലും എടുത്തു പറയുന്ന പേരുകൾ അല്ലെങ്കിൽ സംബോധനകൾ മാത്രമേ നമ്മളിപ്പോൾ ഇവിടെ നോക്കുന്നുള്ളൂ. അപ്പോൾ ഒന്ന്, പുത്രൻ എന്നുള്ളത്. രണ്ടാമത്, 6-ാമത്തെ വാക്യത്തിൽ ആദ്യജാതൻ. പുത്രൻ എന്ന നിലയാണെങ്കിൽ തന്നെ പേര് പ്രയോഗം മറ്റൊന്നാണല്ലോ. ആദ്യജാതൻ, ഫസ്റ്റ് ബോൺ. We are dealing here only with those addressing words, how Jesus is addressed, which prove Jesus' divinity. യേശുവിൻ്റെ ദൈവത്വത്തെ തെളിയിക്കുന്ന സംബോധനകൾ മാത്രമാണ് നാം നോക്കുന്നത്, അല്ലെങ്കിൽ പേരുകൾ മാത്രമാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന്, പുത്രൻ. രണ്ട്, ആദ്യജാതൻ, ഫസ്റ്റ് ബോൺ. അതിൻ്റെയൊക്കെ അർത്ഥം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഫസ്റ്റ് ബോൺ. എന്നിട്ട് 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടതുപോലെ ഗോഡ്, ദൈവമേ. ക്രിസ്തുവിനെ ഇവിടെ ദൈവമേ എന്ന് വിളിക്കുന്നു. സ്തോത്രം, ദൈവമേ. എന്നിട്ട് താഴോട്ട് വരുമ്പോൾ 10-ാമത്തെ വാക്യത്തിൽ കർത്താവേ എന്ന് വിളിക്കുന്നു. ലോർഡ്, കർത്താവേ, ഓ ലോർഡ്. സ്തോത്രം, ഓ ലോർഡ്. പിന്നെ 12-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു അനന്യൻ. നീയോ അനന്യൻ. ഇംഗ്ലീഷിൽ എങ്ങനെ കൊടുത്തിരിക്കുന്നത്? മേ ബി അൺചേഞ്ചിങ്, ഇറ്റേണൽ. വേഴ്സ് നമ്പർ 12. You will remain the same. You will remain the same. You remain the same. Yeah, you remain the same. സ്തോത്രം, നീ അനന്യൻ. You are not someone who undergoes changes, and therefore you remain the same. Means eternal. വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട് അതിനകത്ത്. എന്നാൽ പ്രധാനമായിട്ടും സംബോധന ചെയ്യുന്ന അഡ്രസ്സിങ് വേർഡ്സ്, അതിലേറ്റവും പ്രധാനമാണ് പുത്രൻ, ആദ്യജാതൻ, ദൈവമേ അല്ലെങ്കിൽ ദൈവം, പിന്നെ കർത്താവേ, കർത്താവേ. സ്തോത്രം. അപ്പോൾ ക്രിസ്തുവിനെ കുറിച്ചും ഉള്ള പ്രസ്താവനകൾ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അത് നമ്മൾ അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ തന്നെ അത് രണ്ടും കാണുന്നുണ്ട്. ടു oracle or declaration unto the Lord also about him. 5-ാമത്തെ വാക്യത്തിൽ ഒന്നും കൂടെ 5-ാമത്തെ വാക്യം വായിച്ചേ. നീ എൻ്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനും ആയിരിക്കും എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? 2 വാക്യങ്ങൾ, 2 ഉദ്ധരണികൾ, 2 quotes. One is directly to the Son, and second one
ഈസ് അബൌട്ട് ദ സൺ. അല്ലേ? ഒന്ന്, നീ എൻ്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഇത് പുത്രനോട് നേരിട്ട് പറയുന്ന കാര്യമാണ്. എന്നാൽ അടുത്ത ഭാഗം, ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും എന്ന് പുത്രനെ കുറിച്ച് മറ്റാരോടോ അല്ലെങ്കിൽ പൊതുവായിട്ടോ പറയുന്ന പ്രസ്താവനയുമാണ്. അപ്പം ഈ രണ്ട് രീതികളിൽ യേശു കർത്താവിനോട് നേരിട്ടും അല്ല ക്രിസ്തുവിനെ കുറിച്ച് മറ്റ് ചിലരോടായിട്ടും ഇവിടെ നടത്തപ്പെടുന്ന പ്രസ്താവനകളാണ് യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിന് അടയാളമായി, തെളിവായി നാം സ്വീകരിക്കുന്നത്. ഇത്രയുമെല്ലാം യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിന് തെളിവുകൾ ഉണ്ടായിട്ടും ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന പലരും ഇന്നും ക്രൈസ്തവ സഭകൾക്കിടയിൽ പോലുമുണ്ട്. നമ്മുടെ ഈ ക്ലാസ്സുകളുടെ വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തപ്പോൾ അല്പം പുറകിലാണ്. നവംബർ 13 വരെ ഉള്ളതേ ഇതുവരെ ആയിട്ടുള്ളൂ. എന്നാൽ അതിൽ ത്രിയേകത്വത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞ പരാമർശത്തിൽ ഒരാൾ കമൻ്റ് ഇട്ടിരിക്കുന്നത്, എടോ ഇത് കത്തോലിക്ക ഉപദേശമാണോ എന്ന. തൃത്വം എന്നുള്ളത് കത്തോലിക്ക ഉപദേശമാണ്, തൃത്വം ഒന്നും ഇല്ല. ക്രൈസ്തവർ തന്നെയാണ്. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നവരുണ്ട് ക്രൈസ്തവർക്കിടയിൽ. വേദപുസ്തകപ്രകാരം അവരൊന്നും ക്രിസ്ത്യാനികളല്ല, പക്ഷെ ലോകത്തിലെ മതനിയമപ്രകാരം അവരെ ക്രിസ്ത്യാനികളെന്ന് വിളിച്ചേ പറ്റൂ. അപ്പൊ ഇത്രയേറെ തെളിവുകൾ നമുക്കുണ്ടായിട്ടുകൂടെ ക്രിസ്തുവിൻ്റെ ദൈവത്വ നിഷേധികൾ കുറവല്ല ക്രൈസ്തവ ലോകത്തും. അക്രൈസ്തവ ലോകത്തേത് വിട്ടേക്കൂ. സ്തോത്രം. എന്നാൽ നമുക്ക് വളരെ ആശ്വാസമാകുന്ന, സന്തോഷമാകുന്ന, ധൈര്യം പകരുന്ന പ്രസ്താവനകളാണ് ഇവിടേക്കുള്ളത്. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം. അപ്പം ദൈവമേ നമ്മളിവിടെ കാണുന്നു. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ പല ഘടകങ്ങൾ നമ്മൾ ഇന്നലെ തന്നെ 4 കാര്യങ്ങൾ കണ്ടുവല്ലോ, ഓർമ്മ കാണുമല്ലോ. ഒന്ന്, യേശുവിൻ്റെ ദൈവത്വം, ഡീറ്റി ഓഫ് ജീസസ്. 2, രാജത്വം. സ്തോത്രം, ദ കിങ്ഷിപ്പ് ഓഫ് ജീസസ്. 3, നിത്യത്വം, ഇറ്റേണാലിറ്റി ഓഫ് ജീസസ്. 4, നീതിമാനായ ദൈവം. നീതിമാൻ അല്ലെങ്കിൽ അവൻ്റെ നീതി, റൈച്ചസ്നെസ് ഓർ ജസ്റ്റിസ്. അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ കണ്ടത്. സ്തോത്രം. 9-ാമത്തെ വാക്യത്തിൽ ഒരു കാര്യവും കൂടെ ഉണ്ട്. യേശുക്രിസ്തുവിൻ്റെ മശിഹാത്വത്തിന് തെളിവായി, പ്രൂഫ് for the messianicship of Jesus, messiahship of Jesus. That is, നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. നമ്മളിപ്പോൾ ചിന്തിച്ചു വന്ന തൈലാഭിഷേകം, തൈലം പൂശി, എണ്ണ പൂശി പ്രാർത്ഥിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ പഠിച്ചായിരുന്നു. ഇവിടെ അതിന് തത്തുല്യമായൊരു പ്രയോഗമുണ്ട്. ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. അപ്പം അഭിഷേകം ചെയ്യുക, നമുക്കറിയാം മശിഹ അഥവാ ക്രിസ്തു എന്ന സ്ഥാനപ്പേര്, അല്ലെങ്കിൽ ആ പേര് തൽക്കാലം വെറും പേരെന്നങ്ങ് എടുക്കാം. ആ പേരിൻ്റെ അർത്ഥം അഭിഷിക്തൻ എന്നാണല്ലോ. സ്തോത്രം. അനോയിൻറ്റഡ് വൺ എന്ന. സ്തോത്രം. ഇവിടെ പിതാവ് പുത്രനെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഏത് എണ്ണ കൊണ്ടാ?
ആനന്ദതൈലം കൊണ്ട്. ആനന്ദതൈലമെന്നും പറഞ്ഞൊരു തൈലം ഇല്ല. അങ്ങനെ ഒരു അക്ഷരീയ തൈലം ഇല്ല. ദർ ഈസ് നോ സച്ച് ഓയിൽ. ദ ഓയിൽ ഓഫ് ജോയ്. ഇംഗ്ലീഷിലും എന്ത് തൈലമാണ് കൊടുത്തേക്കുന്നത്? Oil of gladness. Oil of gladness. So there is no such oil. Literally, there is no such oil called oil of gladness. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇച്ചിരി നമുക്ക് മേടിച്ച് വെക്കാമായിരുന്നു. ചർച്ചിൽ വരുന്നവർക്കൊക്കെ ഇച്ചിരിച്ച് കൊടുക്കാമായിരുന്നു. ഇല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് തൊട്ട് വിടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു തൈലം ഇല്ല. എന്നാൽ ഇവിടെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നത് ഒരു ആലങ്കാരികമോ മെറ്റാഫോറിക്കലായി പ്രതീകാത്മകമോ ആയ ഒരു പ്രയോഗമാണ്. As the Messiah, he is anointed one. Christ, the Son of God, is anointed one. യേശു ക്രിസ്തുവിൻ്റെ മശിഹാത്വത്തിന് തെളിവാണ്. യേശുവിൻ്റെ മശിഹാത്വം എന്നുള്ളത് അവൻ്റെ ദൈവത്വത്തിന് തെളിവാണ്. സ്തോത്രം. ദൈവത്വത്തിന് തെളിവാണ്. സ്തോത്രം. ഓയിൽ ഓഫ് ജോയ് ഇൻ NIV. ഓക്കെ മോനെ. ഓയിൽ ഓഫ് ജോയ്, ഓയിൽ ഓഫ് ഗ്ലാഡ്നെസ്. സ്തോത്രം. There is no such literal oil. ഒരു ലോകത്തും ഇസ്രായേലിൽ ഉൾപ്പെടെ എവിടെയും ലഭ്യമല്ലാത്ത ഒരു എണ്ണയാണത്, ആനന്ദ തൈലം. അതിൻ്റെ അർത്ഥം ഇത്രേ ഉള്ളൂ, രണ്ടർത്ഥങ്ങൾ. ഒന്ന് അഭിഷേകം ചെയ്തിരിക്കുന്നുവെന്നും മറ്റൊന്ന് ആനന്ദം പകർന്നിരിക്കുന്നുവെന്നും. സ്തോത്രം. ദ എക്സ്പീരിയൻസ് ഓഫ് ജോയ്. Joy even in the midst of afflictions, in the midst of crucifixion, even while Jesus was facing the severest execution, Jesus was joyful. Christ was joyful. പ്രപഞ്ചത്തിലെ ഏറ്റവും ക്രൂരമായ മരണവിധിക്ക് യേശു അടിമപ്പെട്ടപ്പോഴും ലോകത്തിലെ മനുഷ്യർക്കിടയിൽ സാധ്യമായ ഏറ്റവും ബീഭത്സമായ മരണം യേശു സ്വീകരിക്കുമ്പോഴും അവൻ മരണം ആസ്വദിച്ചു. സ്തോത്രം. അത് ആസ്വദിക്കുകയായിരുന്നു. കർത്താവിന് പരാതികളില്ലായിരുന്നു കേട്ടോ. നമ്മൾ ചിലപ്പോൾ, ഞാൻ ഉൾപ്പെടെ, പ്രസംഗത്തിനൊരു കൊഴുപ്പ് കിട്ടാനും കേൾക്കുന്നവർക്ക് അവരെ വൈകാരികമായിട്ടൊന്ന് തട്ടി ഉണർത്താനും ഒക്കെ ഞങ്ങൾ പറയും, ക്രൂശിൽ അലറി കരഞ്ഞുകൊണ്ട് കർത്താവ് മരിച്ചു. സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, അങ്ങനെയൊക്കെ പറയുമ്പം എലോഹി എലോഹി ലമ്മ ശബക്താനി എന്ന് കർത്താവ് നിലവിളിച്ചു എന്നുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ അതെന്ത് നിലവിളിയായിരുന്നില്ല? നിരാശ കൊണ്ടും വേദന കൊണ്ടും ഒക്കെയുള്ള നിലവിളിയായിരുന്നില്ല. സ്തോത്രം. അപ്പോൾ യേശു ക്രൂശിൽ അലറി വിളിച്ച് കരഞ്ഞ് ചങ്ക് പൊട്ടിയൊന്നും അല്ല മരിച്ചത്. അത്ര ദാരുണമായ മരണം യേശു അനുഭവിക്കുമ്പോഴും എബ്രായ ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, 2-ാമത്തെ വാക്യത്തിൽ, തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ എന്ത് ചെയ്തു? അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. സ്തോത്രം. അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. He had no complaints.
Jesus was not desperate on the cross. He was not at all disappointed. But yet he went through all those inevitable experiences of a condemned sinner on the cross. യേശുക്രിസ്തു ക്രൂശിൽ നിരാശനായിട്ടല്ല, നിലവിളിച്ച് കോപിച്ച് തന്നെ തന്നെയും മറ്റുള്ളവരെയും ശപിച്ച് ചീത്ത വിളിച്ചൊന്നും അല്ല മരിച്ചത്. സ്തോത്രം. അപ്പോൾ തന്നെ ദൈവത്തിൽ നിന്നും പാപം നിമിത്തം അന്യപ്പെട്ട് നിത്യശിക്ഷാവിധിക്ക് യോഗ്യനായ ഒരു പാപി, ശപിക്കപ്പെട്ടവനായ ഒരു പാപി, ശിക്ഷാർഹനായ ഒരു പാപി കടന്നു പോകുന്ന പാപത്തിൻ്റെ ശിക്ഷ മുഴുവനും ക്രിസ്തു ഏറ്റെടുത്ത് അനുഭവിച്ചു. യേശുക്രിസ്തുവിൽ ദൈവത്വവും മനുഷ്യത്വവും സമന്വയിച്ചിരിക്കുന്നത് പോലെ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ ഒരേ സമയം തന്നെ യാഗമാക്കപ്പെടുന്ന യാഗവസ്തുവും അല്ലെങ്കിൽ കുഞ്ഞാടും യാഗം കഴിക്കുന്ന മഹാപുരോഹിതനുമായി യേശു ആയിരുന്നതുപോലെ ക്രൂശിലെ അനുഭവവും ഈ രണ്ട് അനുഭവങ്ങൾ ഒരുമിച്ച് അവിടെ സമന്വയിക്കുന്നുണ്ട്. എന്തൊക്കെ? എബ്രായലേഖനം 2:9 12:2 ഒക്കെ നമ്മളിപ്പോൾ എടുത്തുദ്ധരിച്ചതുപോലെ അവൻ ക്രൂശിൽ മരണം നമുക്കെല്ലാവർക്കും വേണ്ടി ആസ്വദിച്ചു. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. ഇത് ക്രൂശിലെ യേശുവിൻ്റെ ഒരു അനുഭവമാണ്. അതേ സമയം തന്നെ മറുഭാഗത്ത് എന്തുണ്ട്? സ്തോത്രം. ഒരു കണ്ടംഡ് സിന്നർ, ശിക്ഷിക്കപ്പെട്ട, ശിക്ഷാവിധിക്ക് നിയമിക്കപ്പെട്ട പാപി, ദൈവത്തിൽ നിന്നും അകന്ന് അനുഭവിക്കേണ്ടുന്ന എല്ലാ അനുഭവങ്ങളും, അത് നമുക്ക് വർണ്ണനാതീതമാണ് കേട്ടോ, നമുക്ക് വിവരിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണത്. ആ ശിക്ഷയുടെ അനുഭവങ്ങളും ശിക്ഷാവിധിയുടെ ദാരുണ അനുഭവങ്ങളും യേശു അനുഭവിച്ചു എന്ന് വിചാരിച്ച് എന്തല്ല അർത്ഥം? ആ അനുഭവങ്ങളിൽ പോലും യേശു കർത്താവ് തൻ്റെ ദൈവപുത്രത്വത്തിന്, തൻ്റെ മശിഹാത്വത്തിന് യോജ്യവും യോഗ്യവുമല്ലാത്ത നിലകളിൽ വികാരാധീനനായി തീർന്നിട്ടില്ല, നിലവിളിച്ചിട്ടില്ല, നിരാശപ്പെട്ടു പോയിട്ടില്ല. സ്തോത്രം. നിരാശപ്പെട്ടു പോയിട്ടില്ല. അതുകൊണ്ട് ക്രൂശിനെ കുറിച്ചൊക്കെ കേൾക്കുമ്പോഴും തിരുവത്താഴത്തിൽ പ്രസംഗിക്കുമ്പോഴും പ്രസംഗം കേൾക്കുമ്പോഴും ഒക്കെ പാട്ടുകൾ പാടുമ്പോഴും ഒക്കെ നമ്മൾ ഓർത്തോണേ, യേശു നമ്മളീ പറയുന്നത് പോലെ ക്രൂശിൽ കിടന്ന് നമ്മൾ പിള്ളേരെ തല്ലാൻ പിടിക്കുമ്പോഴത്തേക്കിനും ഇതുങ്ങൾ കിടന്ന് കരയുന്നത് പോലെ ഒന്നും കർത്താവ് കിടന്ന് കരഞ്ഞൊന്നുമില്ല അവിടെ. സ്തോത്രം. ഹി വാസ് ടേസ്റ്റിംഗ് ദ ഡെത്ത്. സ്തോത്രം. മരണം ആസ്വദിക്കുകയായിരുന്നു. മരണം ആസ്വദിക്കുകയായിരുന്നു. പറഞ്ഞു വന്നത്, ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്തു
ലോകത്തിന് ക്രൂശ് മരണത്തിന് പോലും എടുത്തു കളയാൻ കഴിയാത്ത ആനന്ദത്താൽ അവൻ നിറയപ്പെട്ടിരുന്നു എന്നർത്ഥം. ക്രൂശ് മരണത്തിൻ്റെ അതിദാരുണതയ്ക്ക് പോലും കുറച്ച് കളയാൻ, എടുത്തു കളയുന്ന കാര്യം പോട്ടെ, കുറച്ച് കളയാൻ കഴിയാത്ത ആനന്ദത്താൽ പുത്രൻ അഭിഷിക്തനായിരുന്നു. സ്തോത്രം. നമ്മുടെയും ജീവിതത്തിൽ അത് തന്നെ വേണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് യോഹന്നാൻ 14, 15, 16 അധ്യായങ്ങളിൽ, എൻ്റെ സന്തോഷം നിങ്ങളിലാകുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും. വെരി ഗുഡ്. ആവർത്തിക്കുന്നു, എൻ്റെ സന്തോഷം നിങ്ങളിലാകണം, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകണം. ഞാനിത് നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. കർത്താവ് എപ്പോഴും നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നതും നാം സന്തോഷമുള്ളവരായിരിക്കണം എന്നാണ്. സ്തോത്രം. ആനന്ദത്തിൻ്റെ സമൃദ്ധിയുള്ളവരായിരിക്കണമെന്ന്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ആവർത്തിച്ച് ജയിലിൽ കിടന്നുകൊണ്ടുപോലും പറയുന്നത്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് പിന്നെയും ഞാൻ നിങ്ങളോട് പറയുന്നു. സന്തോഷം. അതുകൊണ്ടാണ് കർത്താവ് നേരിട്ട് ശിഷ്യന്മാരോട് യോഹന്നാൻ 14 ആദ്യ വാക്യങ്ങൾ പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. Do not be troubled. Let not your hearts be troubled. കലങ്ങിപ്പോവുക. മഴയൊക്കെ പെയ്ത് ഈ മലമ്പ്രദേശങ്ങളിൽ നിന്നും മണ്ണും ചെളിയുമൊക്കെ കൂടെ കുത്തിക്കലക്കി മലവെള്ളം ഒഴുകി വരുന്നത് പോലെ കലങ്ങരുത് നിങ്ങളുടെ ഹൃദയം. ഉരുൾപൊട്ടൽ പോലെ നിങ്ങളുടെ ഹൃദയങ്ങളാകരുത്. Do not be troubled. Let not your hearts be troubled means you should not be like a landslided place. You should not be like the waves of the sea. In all situations, your hearts be calm and quiet. സ്തോത്രം. ആ ഒരു ശാന്തത, കർത്താവിൻ്റെ സന്തോഷം, മറ്റാരുടെ സന്തോഷമല്ല, കർത്താവിൻ്റെ സന്തോഷം. ആ സന്തോഷമാണ് നമ്മൾ മുമ്പേ പറഞ്ഞത്. ക്രൂശിലെ അതിദാരുണമായ മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടപ്പോഴും കർത്താവിൻ്റെ അകത്ത് കയ്പുണ്ടായില്ല. നമ്മളെ വല്ലതും ചെയ്യുന്നവരോട് കയ്പ് തോന്നും, നമ്മളെ സഹായിക്കാഞ്ഞവരോട് കയ്പ് തോന്നും, ഇതൊക്കെ അനുവദിച്ച ദൈവത്തോട് കയ്പ് തോന്നും. പക്ഷെ യേശുവിന് ഇതൊന്നും ഉണ്ടായില്ല. അതുകൊണ്ടാണ് അതെല്ലാം കൂടെ ചേർത്ത് വെച്ച പൗലോസ് ഫിലിപ്പിയർ 2:6-8, 2:6-8 വരെ പറഞ്ഞിരിക്കുന്നത്, മരണത്തോളം, അതെ, ക്രൂശിലെ മരണത്തോളം പിതാവായ ദൈവത്തോട് അനുസരണമുള്ളവനായി തീർന്നു. സ്തോത്രം. അത്ര ദാരുണമായ കഷ്ടതകളിലും അതാണ് ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം. സ്തോത്രം. ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇനി അതിനകത്ത് നീതിയുള്ള ചെങ്കോൽ ഉണ്ട്. ചെങ്കോൽ ഇപ്പം നമ്മൾ എടുത്താൽ തിരിച്ചു വെക്കാൻ അല്പം പ്രയാസപ്പെടും. അതുകൊണ്ട്
കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നമുക്കത് തിങ്കളാഴ്ച എടുക്കാം. ഇതുവരെ ഉള്ളതിൽ എന്തെങ്കിലും ചോദ്യങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ ചോദിച്ചാട്ടെ. ഇപ്പോൾ ചിലപ്പോൾ ചോദിച്ചില്ലെങ്കിൽ തിങ്കളാഴ്ചത്തേക്ക് മറന്നുപോയേക്കാം. ഇതുവരെ ഉള്ളതിൽ എന്തെങ്കിലും വിശദീകരണം ആവശ്യമെങ്കിൽ. ഒന്നുമില്ല. സ്തോത്രം. അപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ ദൈവത്വത്തിന് തെളിവുകളായി നമ്മളിപ്പോൾ 5 കാര്യങ്ങളാണ് കണ്ടത്, ഈ 8ാമത്തെ വാക്യം മുതൽ. സ്തോത്രം. തൻ്റെ ദൈവത്വം, നിത്യത്വം, രാജത്വം, നീതി, പിന്നെ മശിഹാത്വം. സ്തോത്രം. അഭിഷേകം ചെയ്തിരിക്കുന്നു. കർത്താവിൻ്റെ ആ സന്തോഷത്താൽ അവൻ നമ്മെയും നിറച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെയും ജീവിതത്തിൻ്റെ കഷ്ടനഷ്ടങ്ങളിലൊക്കെ നമുക്കും സന്തോഷം, ആനന്ദമുള്ളവരായിരിക്കാൻ ദൈവം ഇടയാക്കട്ടെ. സുഖ ദുഃഖ സമ്മിശ്രമാണ് നമ്മുടെ ജീവിതം. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് പോലെ ഏലിയാവിനെ കുറിച്ച്, അവൻ നമുക്ക് നമ്മെപ്പോലെ എങ്ങനെയുള്ള മനുഷ്യനായിരുന്നു? സമസ്വഭാവമുള്ള മനുഷ്യൻ. സമസ്വഭാവമുള്ള മനുഷ്യൻ. ഹിന്ദിയിൽ വായിക്കുന്നത് സുഖ ദുഃഖ ഭോഗി മനുഷ്യൻ. സമസ്വഭാവം എന്നുള്ളതിന് ഹിന്ദിയിൽ പറഞ്ഞിരിക്കുന്നത് നമ്മളെപ്പോലെ സുഖവും ദുഃഖവും ഒരുപോലെ അനുഭവിച്ച വ്യക്തി, സുഖ ദുഃഖ സമ്മിശ്ര ജീവിതം നയിച്ച വ്യക്തിയായിരുന്നു. അത് നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ളതാണ്. എന്നാൽ അങ്ങനെയുള്ള എല്ലാ സന്ദർഭങ്ങളിലും നമ്മൾ സന്തോഷത്തിൻ്റെ പൂർണ്ണത അനുഭവിക്കണം. സ്തോത്രം. അത് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നു, നമ്മെ അഭിഷേകം ചെയ്തിരിക്കുന്നു ആ ആനന്ദ തൈലം കൊണ്ട്. നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകളുടെ നടുവിലും സന്തോഷത്തിൻ്റെ പൂർണ്ണത അനുഭവിക്കുന്നത് കണ്ടിട്ട് മറ്റുള്ളവർ നമ്മോട് ആവശ്യപ്പെടണം, ആ തൈലത്തേലെ 2 തുള്ളി എനിക്കൂടെ തരണേ. ആ തൈലത്തേലെ 2 തുള്ളി എനിക്കൂടെ തരണേ. സ്തോത്രം. അല്ലെങ്കിൽ ആ പൊടി ഇച്ചിരി എനിക്കൂടെ തരണേ. ഏത് പൊടിയാ? ഇത്രയും സംഘർഷങ്ങളുടെ നടുവിലും നീ ചിരിച്ചുകൊണ്ട് നിൽക്കുവാൻ, സന്തോഷത്തോടെ എല്ലാത്തിനെയും അഭിമുഖീകരിക്കുവാൻ നിന്നെ പ്രാപ്തനാക്കുന്ന ആ പൊടി, ആ തൈലം, അതേലെ 1 നുള്ള് എനിക്കൂടെ തരണേ. സ്തോത്രം. അപ്പോൾ കർത്താവിൻ്റെ സന്തോഷത്താൽ പൂർണ്ണമായും നമ്മെ അവൻ നിറച്ചിരിക്കുന്നു. അതുകൊണ്ട് യോഹന്നാൻ 1:4 പറഞ്ഞത്, ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാൻ. സ്തോത്രം. പൂർണ്ണമാകുവാൻ. അപ്പോൾ ആ സന്തോഷത്തിൻ്റെ പൂർണ്ണത കർത്താവിൻ്റെ വലത്ത് ഭാഗത്ത് നിത്യം അനുഭവിച്ചുകൊണ്ട് അതിൻ്റെ ഒട്ടും കുറയാത്ത പൂർണ്ണത നിത്യതയിൽ അനുഭവിക്കേണ്ടതിന് ദൈവം ഈ വചനങ്ങളാൽ നമ്മെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചു ഇന്ന് നമുക്കിവിടെ നിർത്താം.